വാർത്തകളിലേക്ക് വിശദമായി. ആലപ്പുഴയിൽ ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷി സമാധാന യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ബിജെപി. കൊല്ലപ്പെട്ട ബിജെപി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്നാരോപിച്ചാണ് തീരുമാനം. അതേസമയം വൈകിട്ട് 3-ന് നിശ്ചയിച്ചിരുന്ന സർവകക്ഷി യോഗം 5 മണിയിലേക്ക് മാറ്റി. രഞ്ജിത്തിന്റെ സംസ്കാരത്തിന് ശേഷം എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സൌകര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. രഞ്ജിത്ത് ശ്രീനിവാസിന്റെ പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടങ്ങി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിലാപയാത്രയായി വലിയഴീക്കലിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് രഞ്ജിത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കും. വിവരങ്ങളുമായി സിജോ വി ജോണും ശരണ്യ സ്നേഹജനും ചേരുകയാണ്. ആദ്യം സിജോയിലേക്ക്. സിജോ, സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് ബിജെപി തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് അവർ കാരണമായി പറയുന്നത്? ഈ യോഗം 5 മണിയിലേക്ക് മാറ്റാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ്? രഞ്ജിത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും 9:30-ക്ക് ശേഷം മാത്രമേ ഇത് പൂർത്തിയായുള്ളൂ. തുടർന്ന് വിവിധയിടങ്ങളിൽ പൊതുദർശനത്തിന് വെക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ബാർ അസോസിയേഷൻ ഹാളിൽ പൊതുദർശനമുണ്ട്. തുടർന്ന് രഞ്ജിത്ത് ഇവിടെ താമസിച്ചിരുന്ന വീട്ടിലുണ്ട്. അതിനുശേഷമാണ് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അഴീക്കലിൽ ഏകദേശം ഒരു 50-55 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് അറിയുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം വിലാപയാത്രയായി തന്നെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഏറെ സമയം ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിവരും. ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെയാണ് 3 മണിക്ക് ഇത്തരത്തിൽ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. പല നേതാക്കൾക്കും ഇത്തരത്തിൽ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനാൽ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ടതായി പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം രഞ്ജിത്തിന്റെ മൃതദേഹം വിട്ടു നൽകാമെന്നൊരു ഉറപ്പാണ് നൽകിയിരുന്നത്. പക്ഷേ ഈ നടപടികൾ നീണ്ടുപോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം വയ്ക്കുകയും ചെയ്തത്. ഇത് ഈ മൃതദേഹത്തോട് ചെയ്ത ഒരു അനാദരവാണെന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സർവകക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സിജോ, ഇപ്പോൾ എന്തായാലും BJP നേതാക്കൾക്ക് കൂടി ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് 5 മണിക്ക് മാറ്റിവെച്ചിരിക്കുന്നു സർവകക്ഷി യോഗം. മാത്രവുമല്ല, അവിടെ സമാധാനം പുലരുക എന്നത് എല്ലാവരെയും സംബന്ധിച്ച് അത്യാവശ്യമാണ്. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അവിടുത്തെ സമാധാന അന്തരീക്ഷം തകരുന്നതിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് തുടർന്നു പോവുക സാധ്യവുമല്ല. അത്തരം സാഹചര്യങ്ങളും ആ അന്തരീക്ഷവും മാറേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള സമയം ഒരു സമവായത്തിലൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ BJP നേതാക്കൾ തയ്യാറാകാനുള്ള സാഹചര്യം എത്രമാത്രമാണ്? അവരെ അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഔദ്യോഗിക തലത്തിൽ നടക്കുന്നുണ്ടോ? അതിനുള്ള നടപടികൾ ആരംഭിച്ചതായി തന്നെയാണ് വിവരം. കാരണം ഈ പങ്കെടുക്കുന്ന സമയത്തുള്ള ഒരു അസൗകര്യമാണ് പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയം നീക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് വന്നത്. നമ്മൾ രാവിലെ BJP ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ജില്ലാ കളക്ടറിൻ്റെ ഭാഗത്തുനിന്നും ഈ നേതാക്കളുമായിട്ടുള്ള കൂടുതൽ ചർച്ചകൾ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ സമയം മാറ്റിവെച്ചാൽ പോലും രണ്ടാമതായി പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്നുള്ളൊരു കാര്യമാണ്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ നേതൃത്വവുമായി സംസാരിച്ച് അന്വേഷിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും പങ്കെടുക്കണമോ അല്ലെങ്കിൽ പങ്കെടുക്കില്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനം ഉണ്ടേതുണ്ട്. കാരണം ഇത്തരം അന്വേഷണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ സമയം നീട്ടിവെക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് ശേഷം അറിയാൻ മാത്രം സാധിക്കും. ഏതായാലും BJPയെ കൂടി പങ്കെടുപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് സിജോ വി ജോൺ റിപ്പോർട്ട് ചെയ്തത്. നമുക്കൊപ്പം ഇപ്പോൾ ശരണ്യ സ്നേഹജൻ കൂടി ചേരുകയാണ്. ശരണ്യ, അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ശരണ്യയിലേക്ക് വരുന്നതിന് മുൻപ് BJP മുൻ ജില്ലാ പ്രസിഡന്റ് K. സോമൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സോമൻ, സർവകക്ഷി യോഗം BJP നേതാക്കൾക്ക് കൂടി പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ 5 മണിയിലേക്ക് മാറ്റിവെച്ചു എന്നാണ് അറിയുന്നത്. നിങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമോ? BJP നേതാക്കന്മാർക്ക് പങ്കെടുക്കാൻ പാകത്തിന് 5 മണിക്ക് സർവകക്ഷി യോഗം വെച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഞങ്ങളുടെ സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ട് മൃതദേഹം സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സംസ്കരിക്കാൻ കഴിയാത്തതിന്റെ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അനാസ്ഥയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള സഹകരണമില്ലായ്മയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുള്ള നിസ്സഹകരണമാണ്. ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് ഈ മൃതദേഹം സംസ്കരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ദിവസം തന്നെ
സർവകക്ഷി യോഗം വിളിക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ ഒരു ആത്മാർത്ഥതയില്ലായ്മയാണ് പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സർവകക്ഷി യോഗം ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമയം മാറ്റിയതിനു ശേഷവും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ നിങ്ങൾ? തീർച്ചയായിട്ടും സമയം മാറ്റിയതും മറ്റുമല്ല ഇതിനകത്തെ പ്രശ്നം. ഇന്നലെ ഇത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഒരു മൃതദേഹത്തോട് അനാദരവ് കാണിക്കുകയും ഈ കൊലപാതകത്തോട് നിന്ദ്യമായ സമീപനമാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. കോവിഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വൈകിയതാണ് അതിന്റെ കാരണം, പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതൊരു സവിശേഷമായ സാഹചര്യമാണല്ലോ. ആ സാഹചര്യത്തിൽ ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന താല്പര്യം ജില്ലാ ഭരണകൂടത്തിനുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഈ കോവിഡ് റിസൾട്ട് കിട്ടുന്നത് അടക്കമുള്ള കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് എന്ത് ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്? അത് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുമോ? ഒന്ന്. രണ്ട്, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള ജില്ലാ പോലീസ് മേധാവിയാണ് ചുമതലപ്പെടുത്തിയതെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയിപ്പുണ്ടായിരുന്നു. ആ ജില്ലാ പോലീസ് മേധാവി ഈ മെഡിക്കൽ കോളേജ് സമുച്ചയത്തിലേക്ക് ഈ മോർച്ചറിക്ക് സമീപത്തേക്ക് വരുന്നത് 4 മണിക്ക് ശേഷമാണ്. 4 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ഇല്ല എന്നുള്ളത് നിയമപരമായിട്ടുള്ള നിയന്ത്രണമാണല്ലോ. ആ നിലയിൽ ഇതിനോട് തികച്ചും അനാദരവും അനാസ്ഥയും കാണിച്ച ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന ഈ സമാധാന യോഗം, സർവകക്ഷി യോഗം കേവലം ഒരു ചടങ്ങ് മാത്രമാണ്. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഞങ്ങളുടെ സഹപ്രവർത്തകൻ, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ട് മൃതദേഹം മോർച്ചറിയിൽ ഇരിക്കുമ്പോൾ അതിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ ഈ സമാധാന യോഗം വിളിക്കുന്നത് ഒരാത്മാർത്ഥതയില്ലാത്ത, അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുള്ള കേവലം ഒരു പ്രഹസനം. അത്രയേ ഉള്ളൂ. ജില്ലാ ഭരണകൂടത്തിന് സമാധാനം പുനഃസ്ഥാപിക്കാനും സർവകക്ഷി യോഗത്തിൽ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കാനും ഒരു മനസ്സുമില്ല. പക്ഷേ അതാണ് ഞങ്ങളുടെ ആരോപണം. സോമൻ, മറ്റ് ഒരു SDPI നേതാവ് കൂടി അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. കേസന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സമാധാനം പുലരുക എന്നത് എല്ലാവരെയും സംബന്ധിച്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. BJPക്ക് ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അതിനുള്ള ഏത് ശ്രമത്തോടും യോജിക്കുക എന്നതല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP ചെയ്യേണ്ടത്? ആലപ്പുഴ ജില്ലയില് 2021 തുടക്കത്തിൽ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. വയലാറില് നന്ദു. ഞങ്ങൾ സമാധാനം പുലരാൻ വേണ്ടി സഹകരിച്ചവരാണ്. ഈ ജില്ലയിലുണ്ടായിട്ടുള്ള കൊലപാതകം ഉണ്ടായി അതിന്റെ വേദന ഞങ്ങൾ സഹിക്കുമ്പോഴെല്ലാം തന്നെ നാട്ടിൽ സമാധാനം പുലരാൻ വേണ്ടിയിട്ട് വളരെ സംയമനത്തോടെ സഹകരിച്ചവരാണ് BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും. ആ സന്ദർഭത്തെ ഇപ്പോൾ എങ്ങനെയാണ് കൂടുതൽ നോക്കിക്കാണുന്നത്? ഇവിടെ ഇന്നലെ സവിശേഷമായിട്ടുള്ള ഇരട്ട കൊലപാതകം, 2 കൊലപാതകങ്ങളുണ്ടായി. ഞാൻ ഒന്നിനെയും കുറച്ചു കാണുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ നാട്ടിൽ സമാധാനം പുലരണമെന്നുള്ള താല്പര്യമായിരുന്നെങ്കിൽ ജില്ലാ ഭരണകൂടം ഇന്നലെ മുൻകൈ എടുത്തുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഇന്നലെ സംസ്കാരം പൂർത്തീകരിച്ച് ഇന്ന് സമാധാന യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുമായിരുന്നു. അക്കാര്യത്തിൽ ജാഗ്രത പുലർത്താത്ത ജില്ലാ ഭരണകൂടം, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവര് അവര് കാണിച്ചിട്ടുള്ള കുറ്റകരമായിട്ടുള്ള അനാസ്ഥയുണ്ടല്ലോ, ആ അനാസ്ഥ അതാണ് ഇന്നത്തേക്ക് ഞങ്ങളുടെ നേതാവിന്റെ സംസ്കാരത്തെ എത്തിച്ചത്. അതടക്കം പരിശോധിക്കേണ്ടതുണ്ട്, അതടക്കം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ജില്ലാ ഭരണകൂടം നടത്തുന്ന ഈ പ്രഹസനം അതിനോട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ഏതായാലും സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനത്തിൽ മാറ്റമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ നന്ദി ശ്രീ K. സോമൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴേക്ക് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്? സംസ്കാരം, ഒപ്പം തന്നെ ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്? രേണുക, അല്പസമയത്തിനകം തന്നെ, അതായത് 9:30 തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഭൗതിക ശരീരം വിട്ടു നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രാവിലെ 7:30 പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഇത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ആലപ്പുഴ മോർച്ചറി കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ ശാന്തി സംസ്കാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തോതിൽ ആളുകൾ വിവിധ ഇടങ്ങളിലായി കേന്ദ്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത്. കാരണം മറ്റു കാര്യങ്ങൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അത്ര ബുദ്ധിമുട്ടേറിയ സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ക്രമസമാധാന അന്തരീക്ഷം കൂടെ കണക്കിലെടുത്താണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നത്തേക്ക് മാറ്റിയത് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിയത്. പക്ഷെ അത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കുകയും ചെയ്തിരുന്നു. മോർച്ചറിക്ക് മുന്നിൽ BJP പ്രവർത്തകർ തടിച്ചുകൂടുകയും അവരെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 7:30 തന്നെ മറ്റു നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 9:30 ഭൗതിക ശരീരം വിട്ടു നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് തുടർന്ന് ഭണ്ഡാരം മെഡിക്കൽ കോളേജിൽ നിന്നും വിലാപയാത്രയാണ് ബാർ അസോസിയേഷൻ ഹാളിലേക്ക് രഞ്ജിത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കുക. തുടർന്ന്
ഇവിടുന്ന് വണ്ടാനം വരെയുള്ള വിലാപയാത്രയുണ്ട്. അവിടെ പൊതുദർശനത്തിന് വെക്കും. ബാർ അസോസിയേഷൻ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട് ആലപ്പുഴ നഗരത്തിന്റെ വളരെ നഗരഹൃദയത്തിൽ തന്നെയാണ് ആ വീട്. പക്ഷെ അതുകൊണ്ട് അവിടേക്ക് കൂടുതൽ ആളുകൾക്ക് എത്താൻ കഴിയാത്ത അസൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ചെറിയ വഴിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. പിന്നീട് സംസ്കാരം നടക്കുക വലിയഴിക്കലാണ്. ഏകദേശം 155 കിലോമീറ്ററോളം ഉണ്ട് വലിയഴിക്കലേക്ക്. അത് അത്രയും ദൂരം വാഹനങ്ങളിൽ വിലാപയാത്രയായി പ്രവർത്തകർ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും സംസ്കാരത്തിന്റെ സമയത്തെ സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതിനിടയിലാണ് പുതിയ പ്രതിസന്ധികൾ വിട്ടുനിൽക്കലടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഞാൻ ഉള്ളത് ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നുള്ള ആരോപണങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉണ്ടായി. ആദ്യ ഒരു കൊലപാതകം ഉണ്ടായതിനു ശേഷം രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നതിന് പോലും ഇടയാക്കിയത് പോലീസ് വീഴ്ചയാണ് എന്ന ആരോപണമാണ് ശക്തമാകുന്നത്. എങ്ങനെയാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്? അതിനുശേഷവും ഇപ്പോൾ ജില്ലയിൽ ഗൂണ്ടാ ആക്രമണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്താണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ നടപടിക്രമങ്ങൾ? വിവിധയിടങ്ങളിൽ നിന്നായി 2 കൊലപാതക കേസുകളുമായി ബന്ധപ്പെട്ട് 50ഓളം പേരെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ നമ്മളോട് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ചില ആളുകളെയൊക്കെ തന്നെ വിവിധ ഭാഗങ്ങളിലായി മണ്ണഞ്ചേരി ഒപ്പം തന്നെ മാരാരിക്കുളം സ്റ്റേഷൻ പരിധികളിലൊക്കെ കരുതൽ തടങ്കലിലടക്കം വയ്ക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 RSS പ്രവർത്തകർ ഇന്നലെ RSS കാര്യാലയത്തിൽ നിന്നും അവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം ഇവർക്ക് ആസൂത്രണത്തിൽ കൃത്യമായി പങ്കുള്ളവരാണ്. വാഹനമടക്കം എത്തിച്ചു നൽകിയത് ഇവരാണ് എന്നുള്ളത് മണ്ണഞ്ചേരി സ്വദേശിയും ഒരു വെൺമണി സ്വദേശിയുമാണ്. ഇവർ 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറിച്ച് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളവരെ സംബന്ധിച്ച് അവർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവരെ ഈ വിവിധ ഇടങ്ങളിൽ നിന്നായി സംശയിക്കപ്പെടുന്നവരെ 50ഓളം പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ ഇതുവരെ പോലീസിൽ ലഭിച്ചില്ല. കാരണം ഇന്നലെ നമുക്കറിയാം വിവിധ ഇടങ്ങളിൽ നിന്നും ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഒരു കൊലപാതകം നടന്ന് 12 മണിക്കൂറുകൾക്ക് ശേഷം അടുത്ത സംഭവം ഉണ്ടാകുന്നു. അതും ഡിവൈഎസ്പി ഓഫീസിനൊക്കെ ഏകദേശം 1/2 കിലോമീറ്റർ ഇപ്പുറമാണ് രഞ്ജിത്തിന്റെ വീട്. അവിടെയായിരുന്നു ഇത്തരം സംഭവങ്ങൾ സംഭവിച്ചത്. 12 പേര് 6 ബൈക്കുകളിലായിട്ടുന്ന CCTV ദൃശ്യങ്ങളടക്കം അത് ഒരുമിച്ചാണ് ഇവർ എത്തിയത്. അത് അടക്കം അവിടെ ഇന്നലെ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിരുന്നു. അവിടെ ഒരു സുരക്ഷാ സംവിധാനത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇത്തരം ആളുകൾ ഒരുമിച്ച് എത്തിയിട്ടും അത് എന്തുകൊണ്ട് കണ്ടെത്താനായില്ല എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ആ പാളിച്ചകളൊന്നും ഉണ്ടാവാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ കാര്യങ്ങളുമായി പോകുന്നത്. ശരി, എന്തായാലും 50ഓളം പേർ കസ്റ്റഡിയിലെന്ന വിവരമാണ് ശരണ്യ നൽകുന്നത്. സിജോ തുടരുന്നുണ്ട്. സിജോ, നമ്മളോടൊപ്പം ഇപ്പോൾ സംസാരിച്ച BJP നേതാവ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സർവകക്ഷി സമാധാന യോഗം ഒരു പ്രഹസനമാണ്, അതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നവർ പറയുന്നു. ഈ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന ആ ആക്ഷേപം അവർ ആവർത്തിക്കുകയും ചെയ്യുകയാണ്. അവിടെ ഏറ്റവും പ്രധാനമായും നടക്കേണ്ടത് സമാധാനത്തിനുള്ള ശ്രമങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ നടപടിയാണ് ഈ സർവകക്ഷി യോഗം. BJP വിട്ടുനിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? BJP വിട്ടുനിൽക്കുകയാണെങ്കിൽ ഈ യോഗത്തിന് അതിൻ്റെ പ്രസക്തി കുറയുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ കൊലപാതകത്തിൽ 2 രാഷ്ട്രീയ പാർട്ടികളാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. പാർട്ടിയിലെ അംഗങ്ങളാണ് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളും. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് സമാധാനം കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ BJPയുടെ ഒരു ശ്രമം കൂടി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP നേതാക്കളെയും ഒക്കെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സർവകക്ഷി യോഗം വളരെ പെട്ടെന്ന് നടത്താൻ തീരുമാനമെടുത്തിരുന്നത്. ഇന്നലെ സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി തന്നെ BJP നേതാക്കളുമായി കളക്ടർ ഉൾപ്പെടെ സംസാരിച്ചിരുന്നു. അനൗദ്യോഗികമായി പല ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് സർവകക്ഷി യോഗം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും BJP ഇതിന് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിപ്പിച്ചതിനെതിരെ ഇന്നലെ തന്നെ ശക്തമായ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് അതിന് കൃത്യമായി തന്നെ അതൊരു ആരോപണം അത് ശക്തമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും BJP നേതാക്കളെ അന്വയിപ്പിച്ച് ഒരുപക്ഷെ അടുത്ത ദിവസത്തേക്കാണെങ്കിൽ പോലും ഇത് യോഗം മാറ്റിവെച്ചുകൊണ്ടാണെങ്കിൽ അത്തരത്തിൽ നടപടികളിലേക്കാണെങ്കിലും പോയി നേതാക്കളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും
ഇപ്പോൾ ജില്ലാ നേതാക്കൾ തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരിച്ചുകൊണ്ട് പങ്കെടുക്കില്ല എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ട് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഒരുപക്ഷെ അവരെ അനുനയിപ്പിച്ച് ഇന്ന് തന്നെ ചർച്ച നടക്കാനുള്ള സാധ്യതകൾ തേടുന്നുണ്ട് ഔദ്യോഗികമായി തന്നെയും. ഒപ്പം ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഊർജിതമാണ്. ഇതിനോടകം 50ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് സിജോ വി ജോണും ശരണ്യ സ്നേഹജനും നൽകിയത്.